അങ്ങനെ നമ്മുടെ നാട്ടിലെ മാപ്രകൾ ഇന്നലെ വളരെ സ്തോഭജനകമായിട്ടുള്ള ഒരു പുതിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് CPIM സംബന്ധിച്ചാണ്. CPIM ഒരു രഹസ്യ രേഖ മാതൃഭൂമിയുടെ ലേഖകനാണ് ആദ്യം കണ്ടെത്തി പുറത്തുവിട്ടത് എന്ന മട്ടിലാണ് വാർത്തകൾ വന്നത്. പിന്നീട് മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ അതിനെ വലിയ വാർത്തയാക്കി. വാർത്ത ഇത്രയേ ഉള്ളൂ, നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല ഇപ്പൊ കാര്യങ്ങള്. CPIM ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണുള്ളത്. മോദി സർക്കാർ ഫാസിസ്റ്റ് ആണ് എന്നാണ് ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, അതൊരു നവ ഫാസിസ്റ്റ് സ്വഭാവങ്ങൾ ഉള്ളതാണ് എന്ന് പാർട്ടി അതിന്റെ സമീപനത്തിനെ ഒന്ന് മൈൽഡാക്കിയിട്ടുണ്ട്, ഒന്ന് നേർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് കണ്ടെത്തിയതാണ് കേട്ടോ, പറഞ്ഞല്ലോ രഹസ്യരേഖ. വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്താണ് മാതൃഭൂമിയുടെ ലേഖൻ, അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. ഏതായാലും ആ രഹസ്യരേഖയാണ് നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ ചിന്ത വീക്കിലിയാണ്. CPIM കേരളത്തിലെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ആ ചിന്തയിൽ ദീർഘമായിട്ട് 25 ഏപ്രിൽ മാസത്തില് ആദ്യം മധുരയിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന അതിൻ്റെ മുന്നോടിയായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലാകെ പ്രചരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ഈ വീക്കിലിയിൽ ഉണ്ട്. അതിൽ നിന്നാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി എന്താണ് ഫാസിസം എന്ന്, അഥവാ എന്താണ് നവഫാസിസം എന്ന്, അതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്താണ്, ഏതുതരം വിലയിരുത്തലുകളാണ് പാർട്ടി നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് ചുക്കോ ചുണ്ണാമ്പോ അറിയാത്ത ചില ആളുകൾ, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത മറ്റു ചില ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ. സ്വാഭാവികമായിട്ടും ഇതിന്റെ അടിയിലൊന്നും ആളുകൾ നോക്കില്ലല്ലോ, ഈ പോസ്റ്റ് കാർഡല്ലേ പ്രചരിക്കുക. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മീഡിയ വണ്ണൊക്കെ അവർക്ക് സ്വാധീനമുള്ള അവരുടെ ഒരു കാഴ്ചക്കാരുടെ ഒരു ലോകത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. സ്വാഭാവികമായും അത് അവരിൽ പലരും മോദി വിരുദ്ധ അല്ലെങ്കിൽ RSS വിരുദ്ധ ആളുകളായിരിക്കും ഐഡിയോളജിക്കലി, അല്ലെ? അത്തരം ആളുകൾ CPIM ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കരുതുന്ന ചിലരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടാവും. അവരോട് പറയാണ്, നിങ്ങൾ വിചാരിക്കണ പോലെ CPIM ഒന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ കൂടെ. അവർ മോദി വിരുദ്ധരൊന്നുമല്ല, അഥവാ RSS വിരുദ്ധരൊന്നുമല്ല. അവരിതാ ഇങ്ങനെയാണ് കാണുന്നത്, ഇവരെ നമ്പാൻ പറ്റില്ല എന്നങ്ങട്ട് പറയാൻ. മീഡിയ വൺ പറയുന്നതിന്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മാതൃഭൂമി ഈ കാര്യം ചെയ്യുമ്പോഴോ, മാതൃഭൂമിക്ക് വളരെ കൃത്യമായ സംഘപരിവാർ അജണ്ടയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ സമീപനം എന്താണ് എന്ന് പറയുന്നത് കേട്ട? മാതൃഭൂമിയുടെ സമീപനം എന്താണ്? അവരുടെ വിലയിരുത്തൽ എന്താണ് മോദി സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ സർക്കാരിനെ സംബന്ധിച്ച്? പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ഏതായാലും ഒരു കാര്യം എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായ സവിശേഷമായ ചില സ്വഭാവങ്ങളും രീതികളുമുണ്ട്. 3 കൊല്ലം കൂടുമ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. ഇത്തവണ പറഞ്ഞല്ലോ മധുരയിലാണ്, അതാ 2-3 മാസം, 2-3 ഏപ്രിൽ മാസം ആദ്യം നടക്കാനിരിക്കാൻ. ആ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കഴിഞ്ഞ 3 വർഷത്തെ രാഷ്ട്രീയ സംഭവങ്ങളെ വിലയിരുത്തി, അത് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ മാത്രമല്ല ആഗോള അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയം നീങ്ങുന്നത് എന്ന് നോക്കി, ആ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് CPIM അതിന്റെ നിലപാടെടുക്കേണ്ടത് എന്ന് പരിശോധിച്ച് വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എക്സർസൈസാണത്. അതിലൊരു കരട് രാഷ്ട്രീയ പ്രമേയം പ്രസിദ്ധീകരിക്കും. അത് താഴെ ഘടകങ്ങൾക്ക് കൊടുക്കും, അച്ചടി മാധ്യമങ്ങളിൽ പറ്റാവുന്നിടത്ത് പ്രസിദ്ധീകരിക്കും, ഓൺലൈനിൽ വരും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ആർക്കും അതിൽ ഭേദഗതികൾ നിർദ്ദേശിക്കാം. അതിൽ പാർട്ടി മെമ്പർ ആവണമെന്നില്ല. നിങ്ങൾ പാർട്ടിയുടെ അനുഭാവിയോ എതിരാളിയോ ആരോ ആകട്ടെ, നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ള ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ആ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ച് പാർട്ടി കോൺഗ്രസ് ആണ് ഈ കരട് രാഷ്ട്രീയ പ്രമേയം അന്തിമമായി ഭേദഗതികളോട് കൂടിയോ അല്ലാതെയോ അംഗീകരിക്കുക. നോക്കൂ, അതിനുള്ളൊരു അവസരമെങ്കിലും പൊന്നു മാപ്രകളെ നിങ്ങൾ ഈ പാർട്ടിയിലെ പാവം പിടിച്ച മനുഷ്യന്മാർക്ക് തരണം കേട്ടോ. അതിലും നിങ്ങൾ ഇങ്ങനെ കൈയിട്ട് വാരിയാലോ? എന്തൊരു അക്രമമാണിത്. ഏതായാലും ഈ രാഷ്ട്രീയ പ്രമേയം, കരട് രാഷ്ട്രീയ പ്രമേയം കുറച്ച് ദീർഘമായതാണ്. അതിലെ ആമുഖം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ആമുഖം ഇങ്ങനെയാണ്: 23ാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള കാലയളവ് മോദി സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് വാഴ്ചയും അവരെ എതിർക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും തമ്മിൽ വളർന്നു വരുന്ന സംഘർഷത്തെ സൂചിപ്പിച്ചു.
പിന്തിരിപ്പൻ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തെയും അടിച്ചമർത്തുന്നതിനുള്ള അമിതാധികാര നീക്കങ്ങളും നവ ഫാസിസ്റ്റ് സ്വഭാവ വിശേഷങ്ങളെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇതാണ് ഒരു വാചകം. തുടർന്ന് വരുന്നതെല്ലാം ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ മഹാഭൂരിപക്ഷവും ഇങ്ങനെയാണ് യൂണിയൻ സർക്കാർ ഇന്ത്യ എന്ന സങ്കല്പത്തെ കഴിഞ്ഞ 10 വർഷത്തിനകം തകിടം മറിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ്. അതിലെ നിരവധി സബ് ടൈറ്റിലുകളുണ്ട്. ആദ്യം സാർവദേശീയ മേഖലയാണ് പാർട്ടി പരിശോധിക്കുക. അതിൽ പാലസ്തീൻ ഉണ്ട്, സിറിയ ഉണ്ട്, ഉക്രൈൻ യുദ്ധമുണ്ട്, ഏഷ്യ പസഫിക് പ്രദേശം, അതിലെ വളരുന്ന സംഘർഷങ്ങളെ പറ്റിയുണ്ട്, വർദ്ധിക്കുന്ന സൈനിക ചെലവുകളെ പറ്റിയുണ്ട്, തൊഴിലാളി വർഗത്തിന് നേരെയുള്ള കടന്നാക്രമണങ്ങളെ പറ്റിയുണ്ട്, ആഗോള സമ്പദ് വ്യവസ്ഥയെ പറ്റിയുണ്ട്, കുത്തകകളിൽ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആഗോള രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാലോ, കാലാവസ്ഥാ വ്യതിയാനം, AI ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ BJP സർക്കാർ തുടരുന്ന നയങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച സൂക്ഷ്മമായ വിലയിരുത്തലുകളാണ്, പള്ളു പറച്ചിലുകളല്ല. പാർട്ടി വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിക്കാൻ പോകുന്നത് ഈ പാർട്ടി കോൺഗ്രസ് ആണ്. നിങ്ങൾക്കതിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് താഴെ ഘടകങ്ങളോട്, ഇന്ത്യയിലെ മനുഷ്യരോട് ചോദിക്കുകയാണ് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ചെയ്യുന്നത്. ഇതിലൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, വിവിധ കാലങ്ങളിൽ ഇന്ത്യയുടെ ഭരണകൂടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിൽ എതിരഭിപ്രായമുള്ള ആളുകളെല്ലാം ഉണ്ടാകാം. പക്ഷേ എങ്ങനെയാണ് ഭരണകൂടം, എന്താണ് ഇതിന്റെ സ്വഭാവം, ഏത് സമീപനമാണ് നാം ഈ ഭരണകൂടത്തോട് സ്വീകരിക്കേണ്ടത് എന്നത് കാലാകാലങ്ങളിൽ മാറ്റം വരാവുന്ന കാര്യങ്ങളാണല്ലോ സ്വാഭാവികമായും. എങ്ങനെയാണ് മുൻകാലങ്ങളിലെല്ലാം ഇന്ത്യൻ ഭരണകൂടത്തെ CPIM വിശേഷിപ്പിച്ചിട്ടുള്ളത് അഥവാ വിലയിരുത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് ഇന്ത്യൻ സർക്കാരിനെ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്? ഇത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. സർക്കാരും ഭരണകൂടവും 2 കാര്യങ്ങളാണ്. ഭരണകൂടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് മാറിയാലും ഭരണകൂടം മാറുന്നില്ല. ഭരണകൂടം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ വിലയിരുത്തലിൽ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ മർദ്ദക ഉപാധിയാണ്. ഇന്ത്യയുടെ ഭരണകൂടം എന്താണ്? ആരുടെ ഉപകരണമാണ്? ഇന്ത്യൻ ബൂർഷ്വാസിയുടെ മർദ്ദക ഉപകരണമാണ്. അതിന്റെ സ്വഭാവം ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മാറിയാൽ മാറുന്നതല്ല. 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാസിസ്റ്റ് ഭരണം എന്നൊക്കെ പലരും വിശേഷിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയത്? അമിതാധികാര പ്രവണതയുള്ള ഭരണം എന്നാണ്. 99 NDA ഗവൺമെന്റ് വന്നപ്പോഴോ വാജ്പേയിയുടെ നേതൃത്വത്തിൽ കുറച്ചുകൂടി തീവ്ര സ്വഭാവം നമ്മുടെ സർക്കാരിന് കൈവന്നതായി പാർട്ടി വിലയിരുത്തുന്നു. ഇന്ത്യ സർക്കാരിന് കൈവന്നതായി. അത് വർഗീയമായ അജണ്ടകൾ നടപ്പാക്കുന്നതായി പറയുന്നു. അപ്പോഴും ഫാസിസ്റ്റ് എന്ന വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇപ്പുറം മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ അധികാരത്തിൽ വന്നപ്പോഴോ 1ാം ഗവൺമെന്റും 2ാം ഗവൺമെന്റും വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1ാം ഗവൺമെന്റ് ബലത്തിൽ BJPയുടെ ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ 2ാം ഗവൺമെന്റ് NDAയുടെ ഗവൺമെന്റ് ആണ്. ആദ്യത്തേത് അങ്ങനെയല്ല എന്നല്ല, BJPക്ക് തനിയെ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് BJP ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ 2ാമത്തേത് NDA ഗവൺമെന്റ് ആണ്. ഈ ഗവൺമെന്റിനെ വളരെ വസ്തുനിഷ്ഠമായി സൂക്ഷ്മമായി ഈ കരട് രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നുണ്ട്. അതിലെന്താണ് പറയുന്നത്? ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ടകളെ പറ്റി പറയുന്നുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്, ഏക സിവിൽ കോഡ് നടപ്പാക്കിയതിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ നാനാതരം മേഖലകളിലൂടെ ഇന്ത്യ എന്ന കൺസെപ്റ്റിനെ എങ്ങനെയാണ് ഇവർ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് തന്നെ എന്താ? കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത് അതെന്തോ നമ്മളോട് ചൂടാവണ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ നമ്മളെ കൊല്ലണ ഒരു പരിപാടിയാണ്. അങ്ങനെയല്ല. ഇപ്പൊ ഫാസിസം അല്ലെങ്കിൽ നാസിസം എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ ഏതാ? ഹിറ്റ്ലറുടെ അല്ലെങ്കിൽ മുസോളിനിയുടെ, അല്ലെ ജർമ്മനിയിലെ, ഇറ്റലിയിലെ ടോജോയുടെ ഗവൺമെന്റ്, ജപ്പാനിൽ. ഇതിന്റെയൊക്കെ ഒരു സ്വഭാവം എന്താണ്? ഇപ്പോ ഹിറ്റ്ലറെല്ലാം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആളുകളാണ്. പക്ഷെ പിന്നീട് അവർ തെരഞ്ഞെടുപ്പിനെ തന്നെ റദ്ദു ചെയ്തു. വാസ്തവത്തിൽ നാം കാണേണ്ടത് ഫാസിസം എന്ന് പറയുന്നത് ദേശീയതയും കോർപ്പറേറ്റ് താല്പര്യങ്ങളും സമ്മേളിക്കുന്ന സവിശേഷമായ രാഷ്ട്രീയ സാമൂഹ്യാവസ്ഥയാണ്. ആ അർത്ഥത്തിൽ BJPയുടെ സർക്കാർ ഫാസിസ്റ്റ് സ്വഭാവമുള്ളതല്ലേ? 100%.
കാരണം അവർ എല്ലാ ഫാസിസ്റ്റുകളെയും പോലെ നമ്മുടെ ഭൂതകാലത്തെ, നമ്മുടെ ദേശീയതയെ, അതിൻ്റെ സങ്കല്പങ്ങളെ അട്ടിമറിക്കുകയും തങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലറും ചെയ്തത്. ആര്യവംശ മഹിമയെപ്പറ്റി പറയുക. ഇവിടെ അത് പൂർവ്വകാല ഹിന്ദുവിന്റെ മഹിമയെപ്പറ്റി. അതാണ് ദേശീയത. മറ്റൊന്നോ കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്. ഇത് രണ്ടും സമ്മേളിക്കുന്നതാണ് ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെയും താല്പര്യം, ഗവൺമെന്റിന്റെയും താല്പര്യം. അതുകൊണ്ട് അത് ഫാസിസ്റ്റ് സ്വഭാവമുള്ളതാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അത് ഫാസിസ്റ്റ് ആണ്. അതേസമയം ക്ലാസിക്കൽ ഫാസിസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? അത് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ എല്ലാത്തിനെയും അട്ടിമറിക്കും, എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കും. പക്ഷേ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഇപ്പൊ അങ്ങനെയാണോ? അല്ല. അവർ ഔപചാരികമായിട്ടാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ജനാധിപത്യ സ്ഥാപനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ, ബൂർഷ്വാ ജനാധിപത്യത്തെ അവർക്ക് പറ്റുന്ന തരത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഇതൊരു ഏകാധിപത്യ ഗവൺമെന്റ് ആണ് എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർ എന്താ വിചാരിക്കുക? ഒന്ന് പോ ചങ്ങാതി, 5-5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലേ? അവർ ജയിച്ചല്ലേ വരുന്നത്, അല്ലാണ്ട് അവർ ഓട് പൊളിച്ചിട്ടൊന്നും അല്ലല്ലോ, അവർ തെരഞ്ഞെടുപ്പിനെ റദ്ദ് ചെയ്തിട്ടില്ലല്ലോ, പട്ടാള ഭരണമൊന്നും അല്ലല്ലോ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാവുന്ന തരത്തിൽ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ബൂർഷ്വാ ജനാധിപത്യത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നു, മറുപുറത്തോ ഈ സ്വഭാവങ്ങളെല്ലാം കാണിക്കുന്നു. ഈ അർത്ഥത്തിലാണ് ഇത് നവഫാസിസത്തിന്റെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ടേമുകൾ, അവരുപയോഗിക്കുന്ന ടേമുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ മനുഷ്യർക്ക് പെട്ടെന്ന് അതെല്ലതും അതുപോലെ അങ്ങോട്ട് മനസ്സിലായി എന്ന് വരില്ല. ആ ഒരു ലൂപ്പ് ഹോളിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്ര സമർത്ഥമായിട്ടാണ് തെറ്റിദ്ധാരണകൾ പരത്തുന്നത് എന്ന് നോക്കുക. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിലാദ്യം BJPയെ പറ്റിയാണ് പറയുന്നത്. 10-15 കൊല്ലം മുമ്പ് സ്വാഭാവികമായും ഒന്നാമത് വരിക കോൺഗ്രസ് ആയിരിക്കില്ലേ? ഇതൊരു മാറ്റമാണ്. രാഷ്ട്രീയം മാറുന്നു, കാലം മാറുന്നു, സാഹചര്യം മാറുന്നു, സ്വാഭാവികമായും വിലയിരുത്തലിന്റെ രീതികളും മാറുന്നു. BJP ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ രാഷ്ട്രീയ മുന്നണിയായ BJP കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വന്നിരിക്കുന്നു. വൻകിട ബൂർഷ്വാ ഭൂപ്രഭു വർഗങ്ങളുടെ മുഖ്യ പ്രതിനിധിയായി അത് മാറിയിരിക്കുന്നു. ഇങ്ങനെ അത് പോവാൻ. ഇതാണ് വിലയിരുത്തൽ. ഇതിലെവിടെയാണ് BJPയെ അഥവാ അതിൻ്റെ ഗവൺമെന്റിനെ വില കുറച്ച് കാണുന്നത്? അഥവാ അതിൻ്റെ ജനാധിപത്യത്തിന് മേലെയുള്ള പ്രഹരശേഷിയെ, അധ്വാന വർഗത്തിനു മേലെയുള്ള അതിൻ്റെ കടന്നുകയറ്റത്തെ ഈ കരട് രാഷ്ട്രീയ പ്രമേയം എവിടെയാണ് വില കുറച്ച് കണ്ടിട്ടുള്ളത്? എവിടെയുമില്ല എന്ന് മാത്രമല്ല, സമഗ്രമായി അതിനെ വിലയിരുത്തുകയും BJP ഇതരരായ, സംഘപരിവാർ വിരുദ്ധരായ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റിനെ എങ്ങനെയാണ് മൗദൂദി സംഘവും സംഘപരിവാറിന്റെ പിണിയാളുകളായ അതിന്റെ ബി ടീം കളിക്കുന്ന മാതൃഭൂമി പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളും ചേർന്ന് ഒറ്റുകൊടുക്കുന്നത് എന്ന് നോക്കൂ. എങ്ങനെയാണ് സംഘപരിവാർ വിരുദ്ധരായ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് നോക്കൂ. അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി സംഘപരിവാറിനെ സഹായിക്കുകയാണ് വാസ്തവത്തിൽ മാതൃഭൂമിയും മീഡിയ വണ്ണും ഉൾപ്പെടെയുള്ള മറ്റു പല മാധ്യമങ്ങളും ഉണ്ട്, എല്ലാ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഡോക്യുമെന്റ് നിങ്ങളൊന്ന് വായിക്കണം. എന്നിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കൂ. നമുക്ക് ചർച്ച ചെയ്യാമെന്നേ പാർട്ടി കോൺഗ്രസ് വരാനിരിക്കുന്നതേ.